ദാസപ്പോ, എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോയെന്ന് ഒന്ന് നോക്കിക്കേ. നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല ഈ ഡയലോഗും ഇത് പറഞ്ഞ ആളെയും. കാരണം ഈ ഡയലോഗിന് ശേഷമാണല്ലോ നമ്മുടെ പപ്പു സാറിൻ്റെ 2 ചെവികളിലുമായിട്ട് ദ ഗ്രേറ്റ് ചെമ്പരത്തിപ്പൂവ് സ്ഥാനം പിടിച്ചത്. ഇങ്ങനെ പലരുടെയും ചെവിയിൽ കയറിയിരുന്ന് സ്റ്റാർ ആയിട്ടുണ്ട് നമ്മുടെ ഈ ചെമ്പരത്തി. എന്നാൽ ചെമ്പരത്തിയെക്കുറിച്ച് ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. ചെമ്പരത്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ അതിസമ്പന്നമായി കണ്ടുവന്നിരുന്ന ചെടിയാണ് ചെമ്പരത്തി. നല്ല ചുവന്നു തൊടുത്ത് മൃദുവായ ഇതളുകളോടെ തലയുയർത്തി നിൽക്കുന്ന ചെമ്പരത്തിപ്പൂവും നടുവിൽ കൂടി മഞ്ഞപ്പൊടിയും അറ്റത്ത് ചുവന്ന പൊട്ടുപോലെയുള്ള ചെറിയ മണികളുമുള്ള ചെമ്പരത്തിക്ക് നിരവധി ഗുണങ്ങളുമുണ്ട് എന്നതാണ് സത്യാവസ്ഥ. സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല, ആരോഗ്യപരമായി നോക്കിയാലും ചെമ്പരത്തി സ്റ്റാറാണ്. കടും പച്ച നിറമുള്ള ഇലകളും 5 ഇതളുകളോട് കൂടിയ പൂക്കളുമുള്ള ചെമ്പരത്തിയാണ് പൊതുവിൽ ഔഷധ ചെമ്പരത്തിയായി കണക്കാക്കുന്നത്. പൂവ് മുതൽ ഇലയും വേരും തണ്ടും വരെ ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ നൈട്രജൻ, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി, സി എന്നിവയെല്ലാം ഈ ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. നാടൻ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലകൾ കടും പച്ച നിറത്തിലുള്ള വലിയ ഇലകളായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെമ്പരത്തിയെ തിരിച്ചറിയുന്നത്. ഈ ചെമ്പരത്തിക്ക് ഒരുപാട് അപരന്മാരുണ്ട്. കണ്ടാൽ 5 ഇതളും ചുവപ്പുമൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ ചെമ്പരത്തിയാണോ? അല്ല. എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ ചെമ്പരത്തി അല്ല എന്ന് ഉറപ്പുവരുത്തുന്നത്? ഇതിൻ്റെ ഇലകൾക്കാണ് വ്യത്യാസമുള്ളത്. നാടൻ ചെമ്പരത്തിയുടെ ഇലകൾ കടും പച്ച നിറമായിരിക്കുമ്പോൾ ഇവ ചെറുതും ഇളം പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത്. നമ്മുടെ നാടൻ ചെമ്പരത്തി ചില്ലറക്കാരനല്ല, ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ചെമ്പരത്തി കഷായം, ചെമ്പരത്തി സാലഡ്, ചെമ്പരത്തി എണ്ണ, ചെമ്പരത്തി ചായ, ചെമ്പരത്തി താളി. ഒരു രഹസ്യം പറയട്ടെ, കേശ സംരക്ഷണ കാര്യത്തിൽ മുത്തശ്ശിമാരുടെ വലങ്കയായിരുന്നത്രേ പണ്ട് ചെമ്പരത്തി. ഇന്നിപ്പോൾ ചെമ്പരത്തിയെ ഇത്രയധികം ആരും ഉപയോഗിച്ച് കാണാറില്ല. പക്ഷേ വിവാഹ വിരുന്നുകളിലെ പ്രധാന ആകർഷണമാണ് ഈ ചെമ്പരത്തി. കാരണം എന്താ? ഹിബിസ്കസ് ടീ. ഇത്രയധികം ഉപയോഗങ്ങളും ഗുണങ്ങളുമൊക്കെ ഉള്ള ചെമ്പരത്തി പക്ഷേ അറിയപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല.